കോട്ടയം എം.എൽ.എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 101 വോട്ടാണ് തിരുവഞ്ചൂരിന് ലഭിച്ചത്. എൽ.ഡി.എഫിന്റെ എ.സി. മൊയ്തീന് 35ഉം ബി.ജെ.പിയുടെ ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. പതിറ്റാണ്ടുകളായി നിയമസഭാംഗമായ ഏറ്റവും മുതിർന്ന ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ നിയമസഭാ സാമാജികനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ പുതിയ പദവിയിലേക്ക് എത്തുകയാണ്. നിയമസഭയിൽ രാവിലെ 9 മണിക്കാണ് വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ആദ്യമായി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി 3 സ്ഥാനാർത്ഥികൾ നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചു. UDF-ൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, LDF-ൽ നിന്ന് എ.സി. മൊയ്തീൻ, BJP-യിൽ നിന്ന് ചാത്തന്നൂർ MLA ബി ഗോപകുമാർ. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് പ്രോട്ടേം സ്പീക്കറായ ജി സുധാകരനാണ്. അതിനുശേഷം വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം 3 സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാർ ഡയസിലെത്തി വോട്ടെണ്ണിയപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. 101 MLA-മാരുടെ പിന്തുണയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 101 ആകാൻ കാരണം പ്രോട്ടേം സ്പീക്കറായ ജി സുധാകരൻ താൻ പ്രോട്ടേം സ്പീക്കർ ആയതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭരണാധികാരി ആയതുകൊണ്ടും നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് 101 വോട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കിട്ടിയത്. 35 വോട്ട് LDF-ന്റെ എ.സി. മൊയ്തീൻ ലഭിച്ചു. 3 വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. അതോടുകൂടി പ്രോട്ടേം സ്പീക്കർ സ്ഥാനം ഒഴിയുകയാണെന്നും തിരുവഞ്ചൂരിനെ സ്പീക്കറായി തെരഞ്ഞെടുക്കുകയാണെന്നും പ്രോട്ടേം സ്പീക്കറായിരുന്ന ജി സുധാകരൻ സഭയെ അറിയിച്ചു. ശ്രീ ബി ഗോപകുമാർ 3 വോട്ട്, ശ്രീ എ.സി. മൊയ്തീൻ 35 വോട്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും. പ്രോട്ടേം സ്പീക്കർ വോട്ട് ചെയ്തില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, a veteran political leader, an uncorrupt so far, great experience in political and parliamentary field, former Home Minister, simple and accessible to all. He is declared elected as Speaker of 16th Kerala Legislative Assembly. അതിനുശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് പുതിയ സ്പീക്കറെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. മുഖ്യമന്ത്രി മുതൽ മറ്റ് കക്ഷി നേതാക്കൾ എല്ലാവരും പുതിയ സ്പീക്കറെ അഭിനന്ദിച്ച് സംസാരിച്ചു. കേരള നിയമസഭയുടെ സഭാനാഥനായി പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, എന്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി മാറാതിരിക്കാൻ വേണ്ട ജാഗ്രത സ്പീക്കർ സ്വയം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് കൂടി കൌളും ശാക്തറും അടിവരയിടുന്നുണ്ട്. അതൊന്നും ഓർമ്മിപ്പിക്കേണ്ടതില്ലാത്ത വിധത്തിലുള്ള ഉന്നതമായ ജനാധിപത്യ ബോധഭാവം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറിൽ നിന്നുണ്ടാവുക എന്ന് പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും വലിയ ഉത്തരവാദിത്തമാണ് കേരള നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാവരുടെയും പിന്തുണ തേടി സഭയിൽ സംസാരിച്ചു. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പിണറായി വിജയൻ നിർദ്ദേശിച്ചുള്ള CPM നിയമസഭാ കക്ഷിയുടെ തീരുമാനം
താൻ അംഗീകരിക്കുകയാണെന്ന് പുതിയ സ്പീക്കർ അറിയിച്ചു. ഇന്നലെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിയമസഭാ സെക്രട്ടറി കത്ത് കൊടുത്തത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തുകൊണ്ട കത്ത് അത് സ്പീക്കർ അംഗീകരിച്ചതോടുകൂടി 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായി മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.